വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം വളരെ ശ്രദ്ധേയമായി മാറുകയാണ്. നമുക്കറിയാം, ശ്രീലേഖ IPS തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായി വന്ന നാൾ മുതൽ വട്ടിയൂർക്കാവ് അറിയപ്പെടാൻ തുടങ്ങി. VK പ്രശാന്തും ഒന്നുകൂടെ അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ VK പ്രശാന്തിനെതിരെ അഴിമതി ആരോപണവുമായിട്ടാണ് ശ്രീലേഖ രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി? ശ്രീലേഖ IPS അവർ IPS ആയിട്ട് പ്രവർത്തിച്ചിരുന്ന കാലത്ത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ADGP ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഫയലുകൾ അവർക്ക് ഡീൽ ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, ഈ VK പ്രശാന്ത് അന്ന് മേയറായിരുന്ന കാലത്തിലും പിന്നീട് MLA ആയ കാലത്തും നടന്ന കോടികളുടെ അഴിമതി എന്നാണ് അവർ പറയുന്നത്. രണ്ട് അഴിമതികൾ അവിടെ ഫയലുണ്ട്. ആ ഫയലിന് പുറമെ പ്രതിഭ അവിടുത്തെ ഭൂമി തിരിമറികളും എന്തൊക്കെയായി ബന്ധപ്പെട്ട് അവർക്കും എതിരെയും ഒരു ഫയലുണ്ട്. അങ്ങനെ ആ രണ്ട് ഫയലുകൾ താൻ വിശദമായി പഠിച്ചതിന് ശേഷം രണ്ടിലും വലിയ ഗുരുതരമായ അഴിമതികൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ അതിന് കേസുമായി മുന്നോട്ട് നീങ്ങാൻ പോകുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ADGP വിളിക്കുകയാണ് ശ്രീലേഖയെ. അപ്പോൾ ശ്രീലേഖ വിചാരിച്ചത്, എന്തായാലും ഇത് രണ്ടും മാർക്സിസ്റ്റുകാരാണല്ലോ, അപ്പോൾ കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലും കടുത്ത നടപടിയെടുക്കണം എന്ന് പറയാനായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ശ്രീലേഖ അവിടെ ഫയൽ പഠിച്ച് വിശദ വിവരങ്ങൾ എങ്ങനെ അന്വേഷണം നടത്തണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് കാര്യങ്ങൾ വരെ ഗ്രഹിച്ച് അവിടെ ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു പ്രതികരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്നുണ്ടായി എന്നാണ് ശ്രീലേഖ പറയുന്നത്. തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആഭ്യന്തരമന്ത്രി പറയുകയാണ്, ഈ രണ്ട് ഫയലുകൾ നമുക്കൊന്ന് സപ്രസ് ചെയ്യണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ട എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ശ്രീലേഖയിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് തേച്ചുമാച്ച് കളയുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. എന്തായാലും അന്ന് നടന്ന സംഭവം അവരിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതൊരു സർവീസ് സ്റ്റോറി പോലെ അവരിപ്പം ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വലിയ പുകയിലുണ്ടാക്കുന്നതാണ്. ആലപ്പുഴയിൽ പ്രതിഭയ്ക്കും ഇത് വലിയ പുകയിലുണ്ടാക്കുന്നതാണ്. ഇത് ഒരു പക്ഷേ ഈ കോൺഗ്രസ് CPM അവിഹിത ബന്ധം പല കാലങ്ങളിലായി തുടരുന്നതിനെക്കുറിച്ച് ഒരു നീണ്ട ചർച്ചയും എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെടാനും സാധ്യതയുള്ളത് കൂടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഈ ഇലക്ഷൻ സമയത്ത് ഇത്തരമൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഇതിൻ്റെ വ്യാപ്തി കൂട്ടുന്നു. കാരണം മിസ്റ്റർ ക്ലീൻ എന്നുള്ളൊരു ഇമേജുമായിട്ടാണ് ശ്രീ പ്രശാന്ത് ഇവിടെ മേയറായിരുന്നതും ആ യുവ മേയറുടെ പ്രത്യേകത തിരുവനന്തപുരത്തെ എല്ലാവരും വളരെ ആദരവോടുകൂടി കണ്ടിരുന്നതാണ്. ആ സമയത്ത് കിച്ചൺ ബിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മദ്രാസിലെ ഏതൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒമേഗ എന്നൊക്കെ പറഞ്ഞൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് കിച്ചൺ ബിൻ കൊണ്ടുവന്നതിലടക്കം അഴിമതിയുണ്ട്. അതിനുശേഷം MLA ആയതിനു ശേഷവും യുവ ബ്രിഗേഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം പല പ്രോജക്റ്റുകളും ഈ യുവാക്കളെ കൊണ്ട് ചെയ്യിച്ചത് ഗുരുതരമായ ക്രമക്കേടുകളും അതിലേക്ക് അഴിമതിയും ഉള്ളതാണെന്നാണ് ശ്രീലേഖ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് അപ്രതീക്ഷിതമായ ഈ നീലിമയിൽ നിന്നൊരു ഇടി എന്നൊക്കെ വെള്ളിടി എന്നൊക്കെ പറയില്ലേ, വോട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്ന പോലെ ഒരു വലിയ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാന്നതിന് തൊട്ട് മുമ്പായിട്ട് നടത്തിയിരിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ്. ഒരുപക്ഷെ ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഒത്തിരി ഉത്തരം പറയേണ്ടി വരും. ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ ചിലപ്പോൾ ഇതിൽ ഉത്തരം പറയേണ്ടി വരും. ആഭ്യന്തര വകുപ്പിന് ഇത് വലിയൊരു തലവേദനയാകുന്ന വിഷയമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു ചാനലിൽ മാത്രമാണ് ഞാനിത് കണ്ടത്. ഇത് മറ്റ് ചാനലുകൾ കൂടെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെയധികം ബാധിക്കുന്ന വിധത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഇതൊരു പക്ഷേ, കാരണം വട്ടിയൂർക്കാവ് വളരെ ടൈറ്റ് മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം തീർച്ചയായിട്ടും. അതുകൊണ്ടൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ഇതിനെ കാണുമായിരിക്കും. ഇലക്ഷൻ സ്റ്റണ്ടാണോ എന്ന് പ്രത്യേകം നമുക്ക് സംശയം തോന്നും. പക്ഷേ ശ്രീലേഖ പറയുന്നത് അവരുടെ ഒരു സർവീസ് സ്റ്റോറി പറയുന്ന പോലെയാണ് അവർ പറയുന്നത്. ഞാൻ വേറൊരാൾ പറഞ്ഞതാണെങ്കിൽ ഞാനിത് വിശ്വസിക്കില്ലായിരുന്നു. ശ്രീലേഖയുടെ ശബ്ദത്തിൽ അവർ തന്നെ പത്രപ്രസ്താവന പോലെ പിന്നീട് പത്രപ്രതിനിധികളുടെ മുമ്പാകെ, മാധ്യമ പ്രവർത്തകരുടെ മുമ്പാകെ എന്ന് പറയുന്നുണ്ട്. വേറെ ഒരു പ്രസംഗത്തിൽ അവരിതാദ്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടും പുറമെ ഒരു ചാനൽ ഇതിനെ വളരെ വലിയ രീതിയിൽ
ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തെങ്കിലും പിന്നെ ക്രമക്കേടുകളുണ്ടെങ്കിൽ ശ്രീലേഖയ്ക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ്. ശ്രീലേഖ പറയുന്നത് കൊണ്ട് നമുക്ക് അതിനകത്തൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് എൻ്റെ സർവീസിനകത്ത് ഞാൻ ചെയ്ത കാര്യമെന്നാണ് പറയുന്നത്. അപ്പം അതിന് വ്യക്തമായ രേഖകൾ കാണുമല്ലോ. അല്ലാതെ അവർക്ക് ഒരിക്കലും അത് പറയാൻ കഴിയില്ല. ഇത്തരത്തിൽ ഇലക്ഷൻ സമയത്ത് തൻ്റെ പ്രതിയോഗിയായ ഒരാളിനെ കുറിച്ച് ഇത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. ആ ഇഷ്യൂ ആണ് അവർ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അവരെ കടിഞ്ഞാണിടാൻ ശ്രമിച്ച ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കും, പിന്നെ അത് CPM-ന്റെ 2 MLA-മാരായിട്ടും എന്തുകൊണ്ട് തിരുവഞ്ചൂർ അങ്ങനെ ചോദിച്ചു എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കിടയിലും UDF-നിടയിലും ഒക്കെ വിവിധ പ്രശ്നങ്ങൾ ഉദിക്കാൻ സാധ്യതയുള്ളതാണ്. അതെങ്ങനെ ഈ ഇലക്ഷൻ സമയത്ത് 2 വിഭാഗവും സപ്രസ് ചെയ്യും എന്നുള്ളത് കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഈ BJP കുറച്ച് നാളായിട്ടത് പറയുന്നുണ്ട്. ഇവിടെ രണ്ടും LDF-ഉം UDF-ഉം തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരേ മുഖമാണ് ഇവർക്ക് 2 പേർക്കും, ഒരേ സ്വഭാവമാണ് ഇവർക്ക് 2 പേർക്കും. ഇവർ 2 പേരും ഒക്കെ ചങ്ങാതിമാരായിട്ട് പരസ്പരം അഴിമതിയും കെടുകാര്യസ്ഥതയും സംസ്ഥാനത്തെ ഖജനാവ് നശിപ്പിക്കലും എല്ലാം പരസ്പരം സന്ധി ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു വിധത്തിലും അതിശയിക്കേണ്ട കാര്യമില്ല എന്നുള്ള മട്ടിലാണ് NDA ഇത്തരത്തിലുള്ള നീക്കങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഇപ്പം വട്ടിയൂർക്കാവ് MLA മാത്രമല്ല ശ്രീലേഖ ഇത്തരത്തിൽ കുടുക്കിയിരിക്കുന്നത്, കായംകുളം MLA കൂടി. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവ് മാത്രമായിരുന്നെങ്കിൽ പക്ഷേ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് എന്ന് വേണമെങ്കിൽ കാണുമായിരുന്നു. അത് മാത്രമല്ല, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ചില്ലറയൊന്നും ആയിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത്തരം ഒരു കാര്യം ഉന്നയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ ഒരു ഊഹാപോഹം വെച്ചോ ഞാൻ എവിടെയോ കണ്ടെന്നോ പറഞ്ഞോ അല്ല അവർ പറയുന്നത്. ഞാൻ എൻ്റെ മുമ്പിൽ വന്ന ഫയൽ, ആ ഫയലിൽ തക്കതായ നടപടിയെടുക്കാനായിട്ട് ഞാൻ നീങ്ങുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി വിളിച്ചിട്ട് ഇത്തരത്തിലൊരു ഗോസ്ലോ അവിടെ നിർദ്ദേശിക്കുന്നതും അത് പിന്നീട് ഇഷ്യൂ ആയി പോകുന്നതും എന്നുള്ളതാണ് ശ്രീലേഖ പറയുന്നത്. അല്ല, ഇതിനകത്ത് അപ്പൊ കോടികളുടെ അഴിമതിയാണ് വന്നിരിക്കുന്നത്. അതെ എന്നാണ് ശ്രീലേഖ പറയുന്നത്. വലിയ അഴിമതിയാണ്, ഗുരുതരമായ അഴിമതിയാണ്. ലക്ഷങ്ങൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഇതുപോലത്തെ പദ്ധതികൾക്കായിട്ട് പോയിട്ടുണ്ട്. ഈ പദ്ധതികൾ എല്ലാം വിശദമായിട്ടും അവർ പറയുന്നുണ്ട്. ആക്കുളത്തെ ചില പ്രോജക്റ്റുകൾ, അവിടെ ഒരു കണ്ണാടിപ്പാലം, ഇങ്ങനെയൊക്കെയുള്ള പല പ്രോജക്റ്റുകൾ ബ്രിഗേഡിൽ ചെയ്തതും അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശമാവുകയും പിന്നെ ആരോ വെടിവെച്ച് നശിപ്പിച്ചു എന്നൊക്കെ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതിനകത്തൊക്കെ ഗുരുതരമായ അഴിമതിയുണ്ട്. അതുപോലെ തന്നെ മേയറായിരിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് എല്ലാ സ്ഥലങ്ങളിലും സബ്സിഡിയോടുകൂടി കിച്ചൺ ബിൻ വിതരണം ചെയ്യുന്ന പ്രശാന്ത് മേയറായിരിക്കുമ്പോൾ ചെയ്യുകയുണ്ടായി. അതിലും ഇതുപോലെ ഒമേഗ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്. സബ്സിഡിയും മറ്റുമൊക്കെ ആയിട്ട് കൊടുത്ത് വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ രേഖകൾ, വ്യക്തമായ രേഖകൾ അവരുടെ ഫയലിലുണ്ടായിരുന്നു. അതിനവരെ തുടർന്ന് അന്വേഷണം നടത്താൻ കഴിയാത്ത വിധം ബന്ധനസ്ഥയാക്കി എന്നുകൂടി പറയുന്ന, അപ്പോൾ ഒരു 2 CPM MLA-യും ഒരു കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ കോട്ടയത്ത് MLA ആയി മത്സരിക്കാൻ പോകുന്ന തിരുവഞ്ചൂരിനും ഒരുപക്ഷെ ഒരുപാട് വിശദീകരണം നൽകേണ്ടി വന്നേക്കാം. ഇത് മറ്റ് ഘടകകക്ഷികളും മറ്റ് മുന്നണികളുമൊക്കെ ഇത് ഏറ്റെടുക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നിരവധി സാധ്യതയുള്ളതാണ് എന്നുള്ളതാണ് പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.